വലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. മർഹബൻ ബിക്കും യാ തുല്ലാബ്, കൈഫൽ ഹാൽ? 8ാം ക്ലാസ്സുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ? നമ്മുടെ എക്സാം എന്താണ് വളരെ പെട്ടെന്ന് അടുത്ത് വരികയാണ്. ഇതാ സാർ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ യൂണിറ്റ് നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് പഠിച്ചു പോവുകയാണ്. നമ്മൾ 5ാമത്തെയും 6ാമത്തെയും യൂണിറ്റുകളെ നമുക്ക് പ്രധാനപ്പെട്ട പഠിക്കാനുള്ളത്. അതിൽ 5ാമത്തെ യൂണിറ്റിലെ 1ാമത്തെയും 2ാമത്തെയും ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഏതാണ്? 3ാമത്തെ ചാപ്റ്ററാണ്. 5ാമത്തെ യൂണിറ്റിലെ 3 ചാപ്റ്ററുകളാണ് യൂണിറ്റിലുള്ളത്. ഈ 3ാമത്തെ ചാപ്റ്റർ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5ാമത്തെ യൂണിറ്റ് ഫിനിഷായി. പിന്നെ നമുക്ക് ആകെ തീർക്കാനുള്ളത് 6ാമത്തെ യൂണിറ്റ് മാത്രമാണ്. അത് നമുക്ക് എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ അടിപൊളിയായിട്ട് പറഞ്ഞു പോകണം. അങ്ങനെ യൂണിറ്റ് ബേസ്ഡ് പഠിച്ചാൽ എന്താണ്, നമുക്ക് എല്ലാ പാഠങ്ങളും കൃത്യമായിട്ട് നമ്മൾ ഓർമ്മയിൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയും? ആൻസർ എഴുതിയെടുക്കാനും കഴിയും. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ഓരോ യൂണിറ്റ് ബേസിലുള്ള ക്ലാസ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സാമിനർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക? യൂണിറ്റ് ബേസ്ഡിലുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യുക? മനോഹരമായിട്ട് കേൾക്കുക, കാണുക, ഇഷ്ടപ്പെടുക. എന്നിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റുകളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ അറിയിക്കുക. ഓക്കെ അല്ലേ? ഡൺ അല്ലേ മക്കളെ? അപ്പോൾ നോക്കൂ, നമ്മൾ പറഞ്ഞു തൊട്ട് മുന്നത്തെ ചാപ്റ്ററിലൂടെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഒരു സംഭാഷണമായിരുന്നു. ആ സംഭാഷണത്തിൽ അവർ എവിടേക്ക് എത്തുന്നു? അവർ കാശ്മീരിലേക്ക് എത്തുന്ന ഒരു സീനിലാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്തത് അല്ലേ? അവരുടെ വാഹനം എത്തി, അങ്ങനെ അവരുടെ വാഹനത്തിൽ കയറിയിട്ട് എവിടെ എത്തുന്നു? കശ്മീരിൽ എത്തുന്നു. ഇനി നോക്കൂ, അവർ കശ്മീരിൽ എത്തിയതിന് ശേഷമുള്ള ഒരു ചാപ്റ്ററാണ് നമ്മളോട് ചർച്ച ചെയ്യുന്നത്. ജന്നത്തു അലൽ അർള്, ഭൂമിയുടെ സ്വർഗം എന്നാണ് എന്തറിയപ്പെടുന്നതെന്നറിയോ? കശ്മീർ എന്ന് പറയുന്ന സുന്ദരമായ സ്ഥലം അറിയപ്പെടുന്നത്. കശ്മീരിൽ പോയാൽ നമുക്ക് മനസ്സിലാകും അത്രമേൽ മനോഹരമാണ്. പടച്ച റബ്ബിലെ സൃഷ്ടാവായ അല്ലാഹു തആല ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടാക്കിയതുപോലെ നമുക്ക് അനുഭവപ്പെടും. ഏതൊരു സ്ഥലത്ത് പോയാൽ, കശ്മീരിൽ പോയാൽ നല്ല നല്ല മൂടി പൊതഞ്ഞു കിടക്കുന്ന മഞ്ഞ് പോലെ പരവതാനി പോലെ പരന്നു കിടക്കുന്ന സുന്ദരമായ മഞ്ഞിൻ്റെ പർവ്വതങ്ങൾ, അതുപോലെ തന്നെ സുന്ദരമായ തടാകങ്ങൾ, അരുവികൾ, പൂന്തോട്ടങ്ങൾ, എല്ലാം കൊണ്ടും കശ്മീർ എന്താണ്? സുന്ദരമാണ്, മനോഹരമാണ്. മക്കളെ, നമ്മൾ ഒരു വട്ടമെങ്കിലും അവിടെ പോകണം അല്ലേ? ഒരു വട്ടമെങ്കിലും കശ്മീരിൽ നമ്മൾ പോയി അവിടുത്തെ തണുപ്പും അവിടുത്തെ മഞ്ഞൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ആസ്വദിക്കണം. കാരണം നമുക്കൊരിക്കലും അതെന്താവില്ല, ഒരു വേസ്റ്റ് ആവില്ല, അത് മുതലാവുക തന്നെ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രക്കാർ എവിടേക്ക് എത്തുന്നു? കശ്മീർ എന്ന് പറയുന്ന സുന്ദരമായ സ്ഥലത്തെത്തുന്നു. എന്നിട്ട് നോക്കൂ മക്കളെ, ഇസ്തഖ്ബലഹും മുഅല്ലഫു കിസ്മുസിയാത്ത് ബിൽ കശ്മീർ. കശ്മീരിലുള്ള ഉദ്യോഗസ്ഥർ, മുഅല്ലഫ് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥനാണ് മുഅല്ലഫ് എന്ന് പറയുക. അപ്പോൾ കശ്മീരിലുള്ള വിനോദസഞ്ചാരത്തിൻ്റെ ഉദ്യോഗസ്ഥർ ആരെ സ്വീകരിക്കുന്നു? നമ്മളെ കുവൈറ്റിക്കാരനായിട്ടുള്ള ആ അറബിയെ സ്വീകരിക്കുന്നു. ബിത്തൗഫീന ഷിറത്തി സിയാസിയ, നമ്മുടെ യാത്രപരമായിട്ടുള്ള ഒരു സ്വീകരണം അവിടെ നടത്തുന്നു. ഹയ്യാ നക്ര ഉന്നഷറ, എന്നിട്ട് ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു കശ്മീരിനെ കുറിച്ചിട്ടുള്ളൊരു ഒരു നോട്ടീസ് അദ്ദേഹത്തിന് കൈമാറുന്നു. എന്നിട്ട് ആ നോട്ടീസാണ് ഇവിടെ അടിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അതിഥി കടന്നു വരുന്നു. ആ അതിഥിയെ നമ്മുടെ കശ്മീരിലുള്ള ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നു. എന്നിട്ട് ആ അതിഥിക്ക് എന്ത് ചെയ്യുന്നു? ഒരു നോട്ടീസ് കൊടുക്കുന്നു. എന്നിട്ട് ആ നോട്ടീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ നോട്ടീസിൽ എന്തൊക്കെ പറയുന്നത് നമുക്കൊന്ന് നോക്കിയാലോ? ഇവിടെ നോക്കൂ മക്കളെ, സുന്ദരമായിട്ടുള്ള പൂന്തോട്ടം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന സുന്ദരമായ പർവ്വതങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഡാൽ ലേക്ക് നമുക്ക് കാണുന്നുണ്ട് അല്ലേ? തടാകം കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെയാണ് കശ്മീരിലുള്ളത്. അതാണ് സാറ് പറഞ്ഞത്, ഒരു വട്ടമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? കശ്മീരിലേക്ക് പോകണം. ലോട്ടാസ്. അപ്പോൾ ഓക്കെ, മർഹബൻ ബിക്കും ഫി കശ്മീർ, നിങ്ങൾക്ക് എവിടേക്ക് സ്വാഗതം? കശ്മീരിലേക്ക് സ്വാഗതം. കശ്മീർ, എന്നിട്ട് കശ്മീരിനെ കുറിച്ച് പറയാണ് ആ നോട്ടീസിലൂടെ. ഹിയ ജന്നത്തുൻ അലൽ അർള്, അത് ഭൂമിയിലുള്ളൊരു സ്വർഗമാണ്. എന്ത്? കശ്മീർ എന്ന് പറഞ്ഞാൽ തഖഉ വസത്തൽ ജിബാലിൽ ഹിമാലയ ഫി അഖ്സ ജമാലിൽ ഇന്ത്, ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് ഹിമാലയൻ പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള പ്രദേശമാണ് കശ്മീർ എന്ന് പറയുന്ന സുന്ദരമായ സ്ഥലം. സമാധാനത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ജനങ്ങളെയാണ് നമുക്കവിടെ കാണാൻ കഴിയുക. ശേഷം നോക്കൂ, ഇൻഷഹറത്ത് ബി ജമാലിഹ അത്വബഈ, പ്രകൃതിപരമായിട്ടുള്ള നല്ല വർണ്ണനാഭരമായിട്ടുള്ള കശ്മീർ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വ ഉദിയാനിന ഹാദിയ, സുന്ദരമായിട്ടുള്ള
തായ്വരകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ വുദിയാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തായ്വരയാണ്. അൽ ഹാദി എന്ന് പറഞ്ഞാൽ മനോഹരമായ തായ്വരകൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വജിബാലിഹ മുഅത്തത്തുൻ ബിസുലൂജ്, മഞ്ഞുകൾ കൊണ്ട് തെങ്ങി നിറയ്ക്കപ്പെട്ട നല്ല പർവ്വതങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ വുദിയാൻ തായ്വരകൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രകൃതിപരമായിട്ടുള്ള ഭംഗി നമുക്ക് അവിടെ നിന്ന് ആസ്വദിക്കാൻ കഴിയും. അതുപോലെ തന്നെ നല്ല മഞ്ഞുള്ള സുന്ദരമായ മലകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. സോഫിയ, തെളിഞ്ഞ അരുവികൾ അല്ലെങ്കിൽ തെളിഞ്ഞ തടാകത്തെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും, കശ്മീരിൽ കാണാൻ കഴിയും. അപ്പോൾ ഒക്കെ കൊണ്ട് വളരെ സമ്പൂർണ്ണമാണ് അല്ലെങ്കിൽ സുഭിക്ഷമാണ് എന്ത് നമ്മുടെ കശ്മീർ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് പറയാണ് ശ്രീനഗർ എന്ന് പറയുന്ന ഒരു മനോഹരമായ പട്ടണമുണ്ട്, ഒരു മനോഹരമായ സ്ഥലമുണ്ട്. ശ്രീനഗർ അൽ മഅറൂഫത്തു ബിൽ മദീനത്തിൽ ബുഹൈറാത്തി മിൻ അജ്മലിൽ വജിഹാത്തി സിയാസി ഫിൽ കശ്മീർ. കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്ദരമായ നഗരമാണ് അല്ലെങ്കിൽ ഒരു പ്രദേശമാണ് ശ്രീനഗർ എന്ന് പറയുന്നത്. മിൻ അജ്മൽ വജമാഅത്ത് സിയാത്ത് ഫിൽ കശ്മീർ തളുമ്മു ഹാദിൽ ആസിമത്തു അസ്സൈഫിയത്തുൽ ബുഹൈറത്തുൽ ദാൽ വദായിക്കിൽ മൗലൂവത്തു മിൻ അദൈഫിൽ ഷാലിമാർ. അപ്പോൾ അവിടെ ശ്രീനഗറിൽ എന്തൊക്കെയുണ്ട് എന്നാണ് പറയുന്നത്. നോക്കൂ, ദാൽ എന്ന് പറയുന്നത് അല്ലേ, ഡാലിലേക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മനോഹരമായിട്ടുള്ള ശ്രീനഗറിലാണ്. അതുപോലെ തന്നെ വദായിക്കുൽ മുഅല്ലിയ, ഒരുപാട് വ്യത്യസ്തപരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള അദായിക്കുകൾ, പൂന്തോട്ടങ്ങൾ അവിടെയുണ്ട്. മിസില, ഏതുപോലെ അദീഖത്തു ഷാലിമാർ. അപ്പോൾ ഷാലിമാർ എന്ന് പറയുന്ന ഒരു പൂന്തോട്ടം നമുക്ക് എവിടെ കാണാൻ കഴിയും? ശ്രീനഗറിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ അൽ മഅറൂഫത്തു ബിതാജിൽ കാശ്മീർ വഹദീഖത്തു നഷാത്ത് അല്ലേ, വഹദീഖത്തു നഷാത്ത്, അതായത് നിഷാത്ത് എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഹദീഖത്ത് നമുക്ക് കാണാൻ കഴിയും. അൽ മഅറൂഫത്തു ബി അക്ബറിൽ ഹദീഖത്തി അൽ മുഅല്ലിയാത്തു വൽ അസ്വാഖിൽ ഖാസത്തി ബിൽ മൻതൂജാത്തിൽ ഹർഫിൽ യദി തൽഖീദിൽ കശ്മീരിയ. അപ്പോൾ കശ്മീരിലെ സുന്ദരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് എവിടെ കാണാൻ കഴിയും? ശ്രീനഗറിൽ കാണാൻ കഴിയും. ശ്രീനഗറിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുത്തിയത്. അതുപോലെ തന്നെ മിൻഹ, അതിൽപ്പെട്ടതാണ് ഹദീഖത്തു തൂലിബ്, അതായത് തുളിപ് ഗാർഡൻ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഈ അക്ബർ ഹദീഖത്തു ലിസംബക് ഫി ഖാറത്തിൽ ആസിയ, അതായത് കഴിഞ്ഞ കാലഘട്ടത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഗാർഡനാണ് അല്ലെങ്കിൽ ഒരു ഹദീഖത്താണ്, ഒരു പൂന്തോട്ടമാണ് ഏതെന്നുള്ളത് തുളിപ്പ് എന്നുള്ളത്. അതുപോലെ തന്നെ വച്ചുൽമാഗ് എന്ന് പറഞ്ഞാൽ ഗുൽമർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കശ്മീരിൽ. അല്ലദി സോറമർക്കസു തസല്ലുജി വജന്നത്തുൽ ഉക്കാശിൽ മുആവറ അല്ലേ, ഈ ഗുൽമർഗ് എന്ന് പറയുന്ന സ്ഥലമാണ് മഞ്ഞുകളുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ശ്രീനഗറിൽ നിന്ന് ഒരു 50-60 കിലോമീറ്റർ പോയാൽ നമ്മൾ ഗുൽമർഗ് എന്ന് പറയുന്ന സുന്ദരമായ ഒരു മഞ്ഞിൻ്റെ ഫുള്ള് മഞ്ഞിനാൽ നിറയപ്പെട്ട മലയിൻ്റെ സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ കഴിയും. കശ്മീരിൽ നിന്ന് ശ്രീനഗറിൽ നിന്ന് ഒരു 60ഓളം കിലോമീറ്റർ ഉണ്ട്. ആ 60 കിലോമീറ്ററുകൾ താണ്ടിയാൽ പിന്നെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് മനോഹരമായിട്ടുള്ള ഗുൽമർഗ് എന്ന് പറയുന്ന സ്ഥലമാണ്. അതാണ് ഇവിടെയും പറഞ്ഞത്. യതമത്ത ഉസ്താഹിയൂന ബിർരിഹ്ലത്തിൽ തിൽഫീക്ക്, അതായത് കേബിൾ കാർ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് എവിടെയുണ്ട്? ഗുൽമർഗിലുണ്ട്. കേബിൾ കാർ ഇതാ ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ മക്കളെ, ഈ സംഗതിക്കാണ് കേബിൾ കാർ എന്ന് പറയുക. നമ്മുടെ കശ്മീരിൽ പോയ ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകും അല്ലേ, ഈ ക്ലാസ് കാണുന്നവരിൽ കശ്മീരിൽ പോയ ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കേബിൾ കാറിൻ്റെ സിസ്റ്റമാണ് ഗുൽമർഗിലുള്ളത്. ആ കേബിൾ കാറിൻ്റെ സഹായത്തോടു കൂടെയാണ് നമുക്ക് ഫേസ് 1, ഫേസ് 2 എന്ന് പറയുന്ന സ്ഥലത്തേക്കൊക്കെ എത്തിപ്പെടാൻ കഴിയുക. അതുപോലെ തന്നെ സോനമർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഗുൽമർഗ് മാത്രമല്ല, സോനമർഗും എന്തിൽപ്പെട്ടതാണ്? മഞ്ഞിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. അല്ലദി യുഅദ്ദു ബഹാത്തുല്ലാദാഹ് അല്ലേ. അപ്പോൾ അതായത് ലഡാക്കിൻ്റെ ബോർഡർ സ്റ്റാർട്ട് ചെയ്യുന്നിടത്താണ് നമ്മുടെ സോനാമർഗ് ഉള്ളത്. ബിത്വബീഅത്തി ഹാൽ ജമീലത്തിന് ബുഹൈറത്ത് നഖിയൻ, വളരെ ശുദ്ധിയാർന്ന അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഏത്? സോനമർഗ്. ലാ ശക്ക അന്ന കാശ്മീർ തുവഫിറു തജ്രീബാത്തുൻ മാതിയത്തിൽ കുല്ലി സാഹിൻ, എല്ലാ യാത്രക്കാർക്കും വ്യത്യസ്തപരമായിട്ടുള്ളൊരു അനുഭവമാണ് കശ്മീർ എന്ന് പറയുന്ന സുന്ദരമായ നഗരം നൽകുന്നത്, അല്ലെങ്കിൽ സുന്ദരമായ സംസ്ഥാനം നൽകുന്നത്. തമത്തഹു ബിൻ മനാദിറിൽ ഖലാബ, നിങ്ങൾ എവിടേക്ക് വരൂ, കശ്മീരിൻ്റെ സുന്ദരമായ കാഴ്ചകൾ കാണാൻ നിങ്ങൾ വരൂ എന്നെന്ത് ചെയ്യുന്നു? ആ നോട്ടീസിൽ സമാപനമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ
വിനോദസഞ്ചാരികൾ കശ്മീരിലേക്ക് എത്തുമ്പോൾ അവർക്കൊരു നോട്ടീസ് കൊടുക്കുന്നു. ആ നോട്ടീസിലൂടെ ഗുൽമർഗിനെക്കുറിച്ചും ശ്രീനഗറിനെക്കുറിച്ചും ഡാൽ ലേക്കിനെക്കുറിച്ചും സോനാമർഗിനെക്കുറിച്ചും പഹൽഗാമിനെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യുന്നു, വിശദീകരിച്ച് കൊടുക്കുന്നു. ഇതൊക്കെ മഞ്ഞ് വീഴ്ചയുള്ള മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. കശ്മീർ എന്ന് പറഞ്ഞാൽ അത് ഭൂമിയിലെ സ്വർഗമെന്നറിയപ്പെടുന്ന സ്ഥലമാണ്. കാരണം മനോഹരമായ പൂന്തോട്ടങ്ങൾ അടങ്ങിയിട്ടുള്ള, മനോഹരമായ മഞ്ഞ് വീഴ്ചകളാൽ മനോഹരമായിട്ടുള്ള ഒരുപാട് പർവ്വതങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു നല്ല സ്ഥലമാണ് കശ്മീർ. നോക്കൂ, ഹയ്യാനക്കത്ത് മുതൽ അമാക്കിന് സിയാദുൽ ബിൽ കശ്മീർ, കശ്മീരിലെ വിനോദസഞ്ചാരങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ചില സ്ഥലങ്ങൾ നമ്മളോട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നമുക്ക് പറയാം ബുറൈദത്തുദ്ദാൽ, അതായത് ഡാൽ ലേക്ക് നമുക്ക് കാണാം, അതുപോലെ തന്നെ ഗുൽമർഗ് കാണാം, അതുപോലെ തന്നെ തൂലിബ് എന്ന് പറയുന്ന ഒരു ഗാർഡൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റിഹിലത്തുൽ തിൽഫിരീക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേബിൾ കാർ, ഹദീക്കത്തുൽ ഷാലിമാർ, ഒരു ഷാലിമാർ പൂന്തോട്ടം നമുക്ക് അവിടെ കാണാം. തുടങ്ങിയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ. നമ്മൾ പാഠഭാഗത്തിലൂടെ പറഞ്ഞതാ നിഷാത്ത് ബങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ശ്രീനഗർ ഉണ്ട്. ഇതൊക്കെ ആ കശ്മീരിലെ പ്രധാനപ്പെട്ട യാത്രാ സ്പോട്ടുകളാണ്, പ്രധാനപ്പെട്ട ട്രാവൽ സ്പോട്ടുകളാണെന്ന് എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഈ പാഠത്തിലൂടെ പറഞ്ഞത് എന്താണ്, കശ്മീരിനെ കുറിച്ചും ആ കശ്മീരിലേക്ക് യാത്ര പോകുന്നതിനെക്കുറിച്ചും കശ്മീരിൽ യാത്ര പോയാൽ കിട്ടുന്ന അനുഭൂതിയെക്കുറിച്ചുമാണ് ഈ പാഠം പറഞ്ഞു വെക്കുന്നത് മക്കളെ. നോക്കൂ, ഹയ്യാനത്ത് അറഫു ആസാറൽ ഹിന്ദി നക്തുബു അംസാഹിയ, ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സവിശേഷപ്പെട്ട സ്ഥലങ്ങളാണ്. ഇതൊക്കെ കാണുന്നത് ഓരോന്നും ഓരോ പ്രധാനപ്പെട്ട സ്തൂപങ്ങളാണ്, അല്ലെങ്കിൽ ആസാറുകളാണ്, അടയാളങ്ങളാണ്. നമ്മൾ ആദ്യം കാണുന്നത് എന്താ, മനാറത്തുൽ കുത്തുബ് മിനാർ. നമുക്ക് കുത്തുബ് മിനാറിനെ കുറിച്ച് അറിയാത്ത ആരും ഉണ്ടാവില്ല. ചെരിഞ്ഞ ഗോപുരം എന്നറിയപ്പെടുന്നതാണ് മനാറത്തുൽ കുത്തുബ്, അതായത് കുത്തുബ് മിനാർ. കുത്തുബ് മിനാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ഡൽഹിയിലാണ്. നിങ്ങൾ കാണുക തന്നെ ചെയ്യണം. അടുത്ത് നോക്കൂ, അൽ ഖൽഅത്തുൽ അംറാഹ് എന്ന് പറഞ്ഞാൽ ചെങ്കോട്ടയാണ് അല്ലേ. ചെങ്കോട്ടയും സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ് മക്കളെ, ഡൽഹിയിൽ തന്നെയാണെന്ന് എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ജാമിഉൽ ജാമ എന്ന് പറഞ്ഞാൽ ഏതാണ്, ജമാ മസ്ജിദാണ്. ജമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ഡൽഹിയിലാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ മക്കളെ, അൽ മഅബദുൽ ലോട്ടസ് അല്ലേ. അൽ മഅബദുൽ ലോട്ടസ് എന്ന് പറഞ്ഞാൽ ലോട്ടസ് ടെമ്പിളാണ്. ഈ ലോട്ടസ് ടെമ്പിളും സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ ഡൽഹിയിലാണ്. ആ പോയിന്റും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇതിൻ്റെ ഒക്കെ പേരും പഠിച്ചു വെക്കണേ. എന്തിനാണ് കുത്തുബ് മിനാർ എന്താണ് അറബിയിൽ പറയുക, മനാറത്തുൽ കുത്തുബാണ്. അതുപോലെ തന്നെ ജമാ മസ്ജിദിൻ്റെ അറബി എന്താ, ജാമിഉൽ ജാമ എന്നാണ്. അതുപോലെ തന്നെ ചെങ്കോട്ടയുടെ അറബി എന്താ, ഖൽഅത്തുൽ അംറാഹ് എന്നാണ്. അതുപോലെ തന്നെ ലോട്ടസ് ടെമ്പിളിൻ്റെ അറബി എന്താണ്, മഅബദുൽ ലോട്ടസ് എന്നാണ്. അതുപോലെ തന്നെ ഇന്ത്യ ഗേറ്റ് അല്ലേ, ബവാബത്തുൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ബവാബത്തുൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗേറ്റ് ആണെന്ന് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഖസറുൽ മൈസൂർ കൊട്ടാരം, നമുക്കറിയാം മൈസൂർ കൊട്ടാരം. ഖസറുൽ മൈസൂർ എന്ന് പറഞ്ഞാൽ മൈസൂർ കൊട്ടാരമാണ്, അതിൻ്റെ പേരും പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ മബിന അൽ പാർലിമാൻ അൽ ഹിന്ദ്, ഇന്ത്യയുടെ അല്ലേ, മബിന അൽ പാർലിമാൻ അൽ ഹിന്ദ്, ഇന്ത്യയുടെ പാർലമെൻറ്റ് സ്ഥിതി ചെയ്യുന്നതും. അതുപോലെ തന്നെ ഖൽഅത്തുൽ ബൈക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്, നമ്മുടെ നമ്മുടെ ഡൽഹിയിലാണെന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഓരോ അടയാളങ്ങളാണ്, ഓരോ പോയി കാണേണ്ട സ്ഥലങ്ങളാണെന്ന് എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ ആര് കണ്ടിട്ടുണ്ട്, നമ്മളെ വിദേശിയായിട്ടുള്ള കുവൈറ്റിക്കാരനായിട്ടുള്ള അറബി കണ്ടിട്ടുണ്ട്. ആരുടെ സഹായത്തോടു കൂടെ, ഒരു ഗൈഡായിട്ടുള്ള ആദിൽ എന്ന് പറയുന്നവരുടെ സഹായത്തോടു കൂടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ഥലങ്ങളിലൊക്കെ എത്തിയപ്പോൾ ആദിൽ വളരെ മനോഹരമായിട്ട് എല്ലാ സ്ഥലത്തെക്കുറിച്ചും മനോഹരമായിട്ട് വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. എന്നിട്ട് നോക്കൂ, കബല മുആദറത്തിൻ അബ്ദുല്ലാഹി സാലിമിൻ മത്താർ. അപ്പോൾ മത്താറിൽ നിന്ന്, എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നതിൻ്റെ മുന്നേ, അപ്പോൾ എന്തായി, നമ്മുടെ പാക്കേജ് കഴിഞ്ഞു, അവിടെ എയർപോർട്ടിൽ നിന്ന് കൂട്ടി, എന്നിട്ട് ആദിൽ എന്ത് ചെയ്യുകയാണ്, എയർപോർട്ടിലേക്ക് ഇങ്ങനെ തിരിച്ച് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ദാറ ബൈനഹുമ ശ്രീനഗർ. അപ്പോൾ ശ്രീനഗറിൽ നിന്നുള്ള എയർപോർട്ടിൽ നിന്നാണ് അവരെന്ത് ചെയ്യുന്നത്, കുവൈത്തിലേക്ക് പോകുന്നത്. ദാറ ബൈനഹു ബൈന ആദിലിൻ ഹിവാർ. അപ്പോൾ ആ സമയത്തും ആദിലിൻ്റെ ഇടയിലും അതുപോലെ തന്നെ ഈ കുവൈത്തിക്കാരൻ്റെ ഇടയിലും ഒരു സംഭാഷണം നടക്കുന്നുണ്ട്. നോക്കൂ, അബ്ദുള്ള സാലിം പറയാണ്, യാ ആദിൽ, ഓ ആദില. അപ്പോൾ ഇവർ പരസ്പരം കണക്ഷനായി. കാരണം എന്താ, 4 രാത്രിയും 5 പകലും ആദിൽ ഇവരുടെ കൂടെ തന്നെയായിരുന്നു, ഓരോ കാര്യങ്ങൾ വിശദീകരിച്ച്
കൊടുക്കാൻ. അപ്പോൾ ഇവർ പരസ്പരം എന്തായി, കണക്ഷനായി. എന്നിട്ട് പറയാണ്, ആദിലിനോട് പറയാണ്, യാ ആദിൽ, ഓ ആദിലെ, അൻത മുർഷിദുൻ മിസാലിയുൻ, നീ ഒരു മാതൃകാപരമായിട്ടുള്ള ഗൈഡാണ് അല്ലേ. അപ്പോൾ നീ അടിപൊളി ഗൈഡാണ് എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ അബ്ദുള്ള സാലിം പറയുന്നത്. കാരണം എന്താ, ഇന്നക ജഅൽത ആദിഹി റീലത സിആയത്തിൻ അക്സറ ജദാബത്തിൻ ബി ബയാനിക സിരി ഫിലോത്തിൽ അറബിയൽ ഫുസ്ഹ, നിൻ്റെ ഈ സാഹിത്യ സമ്പൂർണ്ണമായിട്ടുള്ള അറബിയിലോട് കൂടെ ഓരോ സ്ഥലങ്ങൾ ഞാൻ പോയി കണ്ടപ്പോഴും എനിക്ക് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ കഴിഞ്ഞു, എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞു, എനിക്ക് മനസ്സിലാക്കി തരാൻ നിന്നെക്കൊണ്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ യാത്ര എത്രമേൽ മനോഹരമാണ്, അത്രയും മനോഹരമാണ് നിൻ്റെ ട്രാൻസ്ലേഷനും അതുപോലെ തന്നെ നിൻ്റെ അറബിയുമെന്ന് നമ്മുടെ ഈ ഒരു അറബിക്കാരൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആദിലിനെ പുകഴ്ത്തുന്നു. അതുകൊണ്ടാണ് ആദിലിനോട് പറഞ്ഞത്, നീ നല്ല മാതൃകാപരമായിട്ടുള്ള ആരാണ്, ഒരു മിസാലിയാണ്, ഒരു മാതൃകാപരമായിട്ടുള്ള ഗൈഡാണ് എന്ന് അറബി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആദിൽ പറയുന്നു, കുൻതു അത്തമത്തഹു അലാ റിഹലത്തിൻ മഹക്കും, ഞാനും വളരെ തൃപ്തിയാണ് നിങ്ങളോട് കൂടെ അല്ലേ. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഗൈഡിനും നല്ല അഭിപ്രായമാണ് അദ്ദേഹത്തെക്കുറിച്ച്, നമ്മുടെ അറബിയെക്കുറിച്ച്, അറബിക്ക് നല്ല അഭിപ്രായമാണ് ആദിലിനെ കുറിച്ച്. അപ്പം പരസ്പരം നല്ലൊരു സമ്പർക്കമാണ് ഇവർക്ക് രണ്ട് ആൾക്കാരുടെയും ഇടയിൽ എന്തായിട്ടുള്ളത്, നടന്നിട്ടുള്ളത്. അപ്പോൾ അബ്ദുള്ള സാലിം പറയാണ്, കൈഫ തജിദു മസ്റൂഫ് അൽ ജൈബി ലി മുത്താബഖത്ത് ദിറാസത്തിൽ ഉലിയ ഫിൽ ജാമിയ, അതായത് ആദിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജാനുവിലാണ് പഠിക്കുന്നത് അല്ലേ, ഞാൻ MA ചെയ്യാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ അബ്ദുള്ള സാലിം ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് പോക്കറ്റ് മണി കണ്ടെത്തുന്നത്? മസ്റൂഫ് അൽ ജൈബി എന്ന് പറഞ്ഞാൽ പോക്കറ്റ് മണിക്കാണ് ജൈബ് എന്ന് പറയുക. അപ്പോൾ നീ എങ്ങനെയാണ് പോക്കറ്റ് മണി കണ്ടെത്തുന്നത്? അപ്പോൾ നിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അവിടെ ഫീസ് കൊടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഇത് ചെയ്യാനുണ്ടാവും, അവിടെ അത് ചെയ്യാനുണ്ടാകും. അപ്പോൾ നീ എങ്ങനെയാണ് ആ പൈസ കണ്ടെത്തുന്നത് എന്നാണ് നമ്മൾ അബ്ദുള്ള സാലിം ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദിൽ പറഞ്ഞു എന്ത്, അത്തഖാല അറാത്തിബ ഷൈരിഹി മിൻ വക്കാലത്തിക മുർഷിദിസിയായി മുന്തു സനത്തേനി, 2 കൊല്ലമായിട്ട് ഞാൻ എന്തുണ്ട്, ഈ ഒരു ഗൈഡിൻ്റെ തസ്തികയിലുണ്ട് അല്ലേ, ഞാൻ ഗൈഡായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെനിക്ക് ചെറിയ സാലറി പോലെ എന്ത് ചെയ്യും, കുറച്ച് പൈസ തരും, അതാണ് എൻ്റെ പോക്കറ്റ് മണി എന്ന് നമ്മൾ ആദിൽ തിരിച്ച് പറയും. അബ്ദുള്ള സാലിം പറയുന്നത്, മുംതാസ് അല്ലേ, അടിപൊളി, എക്സലൻറ്റ്, ലക്ക ഫുറസുൻ ഹദീദത്തുൻ ഫിൽ മജാലി തർജിമത്തി വൈരിഹ, നിനക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ഏത് വിഷയത്തിലാണെന്നറിയോ, ഫി മജാലിൽ തർജിമ, ട്രാൻസ്ലേഷൻ മേഖലയിൽ. അപ്പോൾ ട്രാൻസ്ലേഷൻ മേഖലയിൽ നിനക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഫുറസുൻ എന്ന് പറഞ്ഞാൽ സാധ്യത, അവസരം എന്നൊക്കെയാണ്. അപ്പോൾ നിനക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. ഫി ബുൽദാനിൽ അറബിയ, അറബി രാജ്യത്ത് അല്ലേ. അപ്പോൾ അറബി നാടുകളിൽ നിനക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ട്രാൻസ്ലേഷൻ മേഖലയിൽ നിന്ന് നമ്മുടെ അബ്ദുള്ള പറഞ്ഞു കൊടുക്കുന്നു. ദ ഇനി ഒന്നൊക്കെ ഫീ ശരീക്കത്തി ബി കുവൈത്തിൻ്റെ മുത്തർജിമി ലൗ തുരീദ്. അപ്പം നമ്മുടെ അറബി പറയുകയാണെന്ത്, ഞാൻ നിന്നെ പോസ്റ്റ് ചെയ്തോട്ടെ എവിടേക്ക്, കുവൈത്തിലുള്ള എനിക്കൊരു കമ്പനി ഉണ്ട്, അപ്പോൾ കുവൈത്തിൽ എനിക്കൊരു കമ്പനി ഉണ്ട്, ആ കമ്പനിയിലേക്ക് ഒരു ട്രാൻസ്ലേറ്ററായിട്ട് ഞാൻ നിന്നെ നിയമിച്ചോട്ടെ എന്ന്, ലൗ തുരീദ്, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ നിയമിച്ചോട്ടെ എന്ന് നമ്മുടെ അബ്ദുള്ള സാലിം പറയും. അപ്പോൾ അതിൽ പറയുന്നു, മഷ്കൂർ, നന്ദി അല്ലേ, താങ്ക്സ് ഉണ്ട് യാ സയ്യിദി, ഓ എൻ്റെ നേതാവേ, അർജു അൻ ഉക്കുമില ദിറാസത്തി മാജിസ്റ്റർ ബി സനത്തി, ഈ ഒരു വർഷം ഞാൻ എന്തായിക്കൊള്ളട്ടെ, എൻ്റെ MA ഒന്ന് പൂർത്തിയാക്കിക്കൊള്ളട്ടെ. ഫൽതഹിക്ക് ബിക്ക ഇൻഷാ അള്ളാ, എന്നിട്ട് ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം അല്ലേ. ഫൽതഹിക്ക് ബിക്ക ഇൻഷാ അള്ളാ, എന്നിട്ട് ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ അബ്ദുള്ള സാലിം പറയുന്നത്, ഫിക്രത്തൻ റാഹിയ, നീ പറഞ്ഞതൊരു നല്ലൊരു കാര്യമാണ്. ഇത്തസിൽ ബി ബദ ഇക്മാലി ദൗറത്തിക, നിൻ്റെ ഈ ഒരു കോഴ്സ് പൂർത്തിയതിന് ശേഷം, ദൗറത്തിക എന്ന് പറഞ്ഞാൽ കോഴ്സാണ്, ഇക്മാൽ എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുക. അപ്പോൾ നിൻ്റെ ഈ ഒരു കോഴ്സ് പൂർത്തിയാക്കിയതിന് ശേഷം നീ എന്നെയുമായിട്ട് കണക്ട് ചെയ്തോ എന്ന് പറയും. അപ്പോൾ അതിൽ പറയും, ഇൻഷാ അള്ളാ, അല്ല ഉദ്ദേശിച്ചാൽ ഞാൻ എന്തായിക്കോളാം, അങ്ങനെ ചെയ്തോളാം. അത്തസ്ബിക്ക യാ സയ്യിദി ശുക്രൻ ജസീലൻ, ഞാൻ നിങ്ങളിലേക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം, ഞാൻ നിങ്ങളെ കണക്ട് ചെയ്തോളാം. ശുക്രൻ ജസീലൻ, നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. അബ്ദുള്ള സാലിം പറയുന്നു എന്ത്, അഫ്വൻ ഇലാ ലിക്കാഹിലെ, നമുക്ക് വീണ്ടും കാണാം, അഫ്വൻ, നിനക്കും നന്ദിയുണ്ട്, അസ്സലാമ, അള്ളാഹുവിൻ്റെ എല്ലാ രക്ഷയും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ആദിൽ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് തിരിച്ചു പോരുന്നു മക്കളെ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതെന്തായിരുന്നു, അവർ ഒരു അറബി എന്ത് ചെയ്യുന്നു, ഒരു നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്നു, ഇന്ത്യയെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ പോസ്റ്റർ കാണുന്നു, ആ പോസ്റ്റർ കണ്ടതിന് ശേഷം ഒരു ഗൈഡിനെ കിട്ടുന്നു, ആ ഗൈഡ് എല്ലാ സ്ഥലങ്ങളും, ചെങ്കോട്ട, അതുപോലെ തന്നെ കുത്തബ് മിനാർ, അതുപോലെ തന്നെ ജമാ മസ്ജിദ്, ലോട്ടസ് ടെമ്പിൾ തുടങ്ങിയിട്ടുള്ള താജ്മഹൽ, എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ആ ശ്രീനഗറിലുള്ള ഒരു എയർപോർട്ടിലേക്ക് അറബിയെ ആക്കി കൊടുക്കുന്നു, അവർക്കിടയിൽ ഒരു സംഭാഷണം നടക്കുന്നു. ഇത്രയുമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു 5ാമത്തെ ടോട്ടൽ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. ഒന്നാമത്തെ 5-ലെ 5ാമത്തെ മൊഡ്യൂളിലെ 1, 2, 3 ചാപ്റ്ററുകൾ നമ്മളെന്തായി പറഞ്ഞു കഴിഞ്ഞു. സെറ്റല്ലേ
മക്കളെ, ഇനി ഇവിടെ ചെറിയൊരു സംഭാഷണം നടക്കുന്നുണ്ട്. നമ്മൾക്ക് ഒരു പക്ഷേ എക്സാമിന് നമ്മളോട് സംഭാഷണം ചോദിച്ചാൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട് പഠിച്ചു വെക്കേണ്ട, മനസ്സിലാക്കി വെക്കേണ്ട ചില പോയിന്റുകളാണ് എന്ത്? സലാം ആദ്യം നമ്മൾ പറയണം. അപ്പോൾ ഒരു പോയിന്റ് നമുക്ക് എഴുതാം. നോക്കൂ, നത്തഹൽ ലിവാറ ആത്തിഫൈ ബൈന ആദിലു ബാദ. അപ്പോൾ അബ്ദുല്ലാഹി സാലിം ബഅദ വുസൂലിൽ ബൈത്ത്. അപ്പോൾ നമ്മൾ അബ്ദുല്ലാ സാലിം എവിടേക്ക് എത്തുന്നു? വീട്ടിലെത്തുന്നു പറയുക, തിരിച്ച് ഗൾഫിലേക്ക് എത്തുന്നു. അതിനുശേഷം അവർ ഫോണിലൂടെ ഒരു സംഭാഷണം നടത്തുന്നുണ്ട്. ആ സംഭാഷണമാണ് നമ്മളോട് പൂർത്തീകരിക്കാൻ പറഞ്ഞത്. അപ്പോൾ അബ്ദുല്ലാ സാലിം നമ്മൾ ആദിലിനെ വിളിക്കുകയാണ്, ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നത് എന്ന് പറയുന്നു. കാരണം ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സലാം പറയല്ലേ. അപ്പോൾ സലാം പറയുന്നു. അപ്പോൾ നമ്മൾ ആദിൽ എന്ത് ചെയ്യുന്നു? വ അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു തിരിച്ച് പറയുന്നു. എന്നിട്ട് ആദിൽ ചോദിക്കുകയാണ് എന്ത്? ഹൽ വസൽത ഇലൽ ബൈത്ത്, അല്ലേ, നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ലേ? ഹൽ വസൽത, നിങ്ങൾ എത്തിയില്ലേ ഇലൽ ബൈത്ത്, വീട്ടിലേക്ക്. കാരണം എന്താ, ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോവല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും വിളിക്കുമ്പോൾ നമുക്ക് എന്ത് ചോദിക്കാം? ഹൽ വസൽത ഇലൽ ബൈത്ത്, നിങ്ങൾ വീട്ടിലെത്തിയില്ലേ? അപ്പോൾ അബ്ദുല്ലാ സാലിം പറയുന്നു, ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. വസൽത്തു ഇലൽ ബൈത്ത് ഖൈറൻ, ഞാൻ ഏറ്റവും അടിപൊളിയായിട്ട്, അല്ലേ, വസൽത്തു, ഞാൻ എത്തി, ഇലൽ ബൈത്ത്, എൻ്റെ വീട്ടിലേക്ക്, ബിൽ ഖൈർ, സമാധാനത്തോടു കൂടെ റാഹത്തോടു കൂടെ ഞാൻ എന്തായി, എൻ്റെ വീട്ടിലേക്ക് എത്തി. എന്നിട്ട് നോക്കൂ, ആദിൽ ചോദിക്കുകയാണ്, കൈഫ കാനത്തി ലൈലത്തുൽ ഹൂദ, നിങ്ങളുടെ മടക്കയാത്ര എങ്ങനെയുണ്ടായിരുന്നു? കൈഫ കാനത്ത്, അല്ലേ, എങ്ങനെയുണ്ടായിരുന്നു? രഹിലത്തുൻ, യാത്ര, അൽ ഊദ, മടക്കയാത്ര എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോയപ്പോൾ നിങ്ങൾക്ക് വല്ല പ്രയാസവും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ അബ്ദുല്ലാഹി സാലിം പറഞ്ഞത്, കാനത്ത് മുരീഹ, വളരെ സമാധാനപരമായിട്ടുള്ള യാത്രയായിരുന്നു ഏത്? തിരിച്ചു പോയിട്ടുള്ള യാത്ര എന്നുള്ളത്. അപ്പോൾ നമ്മളെ അതിൽ പറയുന്നു അൽഹംദുലില്ലാ, അല്ലേ, അൽഹംദുലില്ലാ, സർവസ്തുതിനും അള്ളാഹുവിനാണ്. അപ്പോൾ അബ്ദുള്ള പറയുന്നത് ശുക്രൻ, അല്ലേ, ശുക്രൻ എന്ന് പറയുന്നു. അതിൽ പറയുന്നു അഫ്വൻ എന്ന് പറയുന്നു. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പാറ്റേണിൻ്റെ സംഭാഷണമാണ്. നമുക്കും ഇതേപോലെ എക്സാമിന് ചോദിച്ചാൽ നമുക്ക് എന്തായാലും സലാം ഉൾക്കൊള്ളിക്കാം, അതുപോലെ തന്നെ തിരിച്ചു പറയുന്ന വലൈക്കും അസ്സലാം എന്ന് ഉൾക്കൊള്ളിക്കാം. അതുപോലെ തന്നെ എന്താണോ അവിടുത്തെ കണ്ടൻറ്റ് അതിനനുസരിച്ച് നമുക്ക് പോയിൻ്റ് എഴുതി കൂടെ. അതുപോലെ തന്നെ ശുക്രൻ അഫ്വൻ എന്നുള്ള വാക്ക് നമുക്ക് ഏത് സംഭാഷണത്തിലും കൊടുക്കാം. അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം എന്നുള്ളതും ഏത് സംഭാഷണത്തിലും കൊടുക്കാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കൈഫൽ ആൽ എന്ന് ചോദിച്ചൂടെ മക്കളെ, അല്ലേ, കൈഫൽ ആൽ എന്ന് ചോദിക്കാം. അപ്പം തിരിച്ച് പറയും സൈൻ അൽഹംദുലില്ലാ. 6 വരികൾ അവിടെ തന്നെ നമുക്ക് സെറ്റായി, ആ മാർക്ക് നമുക്ക് കിട്ടൂലേ. അതുകൊണ്ട് തന്നെ ഒരു സംഭാഷണം ഉണ്ടാക്കുമ്പോൾ ഇത്തരം വാക്കുകൾ എന്ത് ചെയ്യുക, നമ്മൾ നിർബന്ധമായിട്ടും ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ അല്ലേ മക്കളെ? ഇനി ശേഷം വരുന്ന ഒരൊറ്റ വർക്ക് കൂടെ നമുക്കുണ്ട്, നെഖ്താർ മിനൽ ഹിവാർ. ഈ സംഭാഷണത്തിൽ നിന്ന് കണ്ടെത്താം കലിമാത്തു തഹദീബിയ, ആശംസാ വാക്കുകൾ. നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഈ കലിമത്തു തഹദീബിയ എന്ന് പറഞ്ഞാൽ അത് ആശംസാ വാക്കുകൾക്കാണ് കലിമത്തു തഹദീബിയ എന്ന് പറയുക. ഇവിടെ നോക്കൂ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, നിൻ്റെ മേലിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു ആശംസാ വാക്ക് തന്നെയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ വഅലൈക്കും, അല്ലേ, വലൈക്കും വസ്സലാം എന്ന് പറഞ്ഞാൽ അതും എന്താണ്, ഒരു കലിമത്തു തഹദീബിയാണ്. അതുപോലെ തന്നെ ഈ സംഭാഷണത്തിൽ വേറെ എന്തൊക്കെയുണ്ട് എന്ന് നോക്കൂ മക്കളെ, സാറ് കാണിച്ചു തരാം. ഈ സംഭാഷണത്തിൽ ഒരുപാട് കലിമത്തു തഹദീബിയുണ്ട്. നോക്കൂ, മുംതാസ് എന്ന് പറയുന്നത്, അല്ലേ, എക്സലൻ്റ് പറയുന്നത്, അടിപൊളി എന്ന് പറയുന്നത് എന്താണ്, അതും ഒരു കലിമത്തു തഹദീബിയാണ്. അതുകൊണ്ട് തന്നെ മുംതാസ് എന്നുള്ളത് നമുക്ക് കലിമത്തു തഹദീബിൽ എഴുതി കൊടുക്കാം. അതുപോലെ തന്നെ മഷ്കൂർ, അല്ലേ, നന്ദി എന്ന് പറയുന്നത്, ഇവിടെ ഒരു മഷ്കൂർ എന്ന് കാണുന്നുണ്ട്, അതും എന്ത് തന്നെയാണ്, കലിമത്തു തഹദീബിയാണെന്ന് എന്ത് ചെയ്യുക, നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ കലിമത്തു തഹദീബിയാണ്, ആശംസാ വാക്കുകളാണ്. അതുപോലെ തന്നെ ഇവിടെ അസ്സലാമ, അതുപോലെ തന്നെ ഇലൽ ലിഖാഹ്, അതുപോലെ തന്നെ ഇൻഷാ അള്ളാഹ്, അതുപോലെ തന്നെ ശുക്രൻ ജസീലൻ, ഇതൊക്കെ എന്താണ്, കലിമത്തു തഹദീബിയാണെന്ന് എന്ത് ചെയ്യണം, മക്കൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഈ വാക്കുകൾ എന്ത് ചെയ്ത് ഫുള്ള് കംപ്ലീറ്റ് ആയി, അല്ലേ. ശുക്രൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്, ശുക്രൻ എന്ന് വേണ്ട, നമ്മൾ മഷ്കൂർ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വേറെ ഒന്ന് കൊടുക്കാം. അഫ്വൻ എന്ന് പറഞ്ഞാൽ അതും കലിമത്തു തഹദീബിയാണ്. മഅസ്സലാമ എന്ന് പറഞ്ഞാൽ അതും കലിമത്തു തഹദീബിയാണ്. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതും കലിമത്തു തഹദീബിയാണ്. ഇതൊക്കെ ആശംസാ വാക്കുകളാണ് മക്കളെ. അതുകൊണ്ട് തന്നെ ഇതോടുകൂടെ നമ്മൾ എന്തായി, 5ാമത്തെ മൊഡ്യൂൾ ഫുള്ള് തീർന്നു കഴിഞ്ഞു. 1ാമത്തെ ചാപ്റ്റർ പറഞ്ഞു, 2 പറഞ്ഞു, 3 പറഞ്ഞു. 3 യാത്രയുമായി ബന്ധപ്പെട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത്, ഈ 3 ചാപ്റ്ററിലൂടെ നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മളിപ്പോൾ എന്തിനാ ഒരു ചാപ്റ്റർ പഠിച്ചത്? ഒരു അറബി വാക്ക് പഠിക്കാനാണോ? അല്ല, യാത്ര ചെയ്യണമെന്ന് പറയാൻ തന്നെയാണ് മനോഹരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാകുന്നത്. നമുക്ക് യാത്ര ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്, അല്ലേ. നമ്മൾ വെറുതെ വീട്ടിലിങ്ങനെ മുഷിഞ്ഞിരിക്കാതെ യാത്രകൾ നിർബന്ധമായിട്ടും ചെയ്യണം. സുന്ദരമായ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക, സുന്ദരമായ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുക. ഒരിക്കലും അലമ്പ് കൂട്ടുകെട്ടായി നമ്മൾ യാത്ര
പോകരുത്. നമ്മുടെ യാത്ര പോകുമ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ടീമിനെ നമ്മൾ തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ലൊക്കേഷൻ നമ്മൾ തിരഞ്ഞെടുക്കണം. ലൊക്കേഷനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾക്ക് അറിവുണ്ടായിരിക്കണം. തുടങ്ങിയിട്ട് ഈ അടിപൊളിയായിട്ട് നമ്മുടെ ടീമിനെയും കൂട്ടി യാത്ര പോയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ മക്കളെ, നിങ്ങൾക്ക് സുന്ദരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉറപ്പാണ് ഈ യാത്ര തരും. അതുകൊണ്ട് തന്നെയാണ് സാറ് വീണ്ടും പറയുന്നത്, മനോഹരമായിട്ടുള്ള യാത്രകൾ ചെയ്യുക, മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക, മനോഹരമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അല്ലേ. ഒരു യാത്ര ചെയ്യുന്നതിലൂടെ നമ്മുടെ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ മനുഷ്യരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാകും, ഓരോ മനുഷ്യർ ജീവിക്കുന്ന മാർഗ്ഗങ്ങൾ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ അവരുടെ പ്രകൃതം, അവരുടെ സ്വഭാവം, അവരുടെ ഭക്ഷണ രീതി, അവരുടെ വൃത്തി, അവരുടെ ശീലം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, യാത്ര ചെയ്യുന്നതിലൂടെ മനസ്സിലാകും. അതുകൊണ്ട് വ്യത്യസ്തപരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കാനും വ്യത്യസ്തപരമായിട്ടുള്ള ചങ്ങാത്തം അല്ലേ ഒരുപാട് ആളുകൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, യാത്രാമധ്യേ പരിചയപ്പെടാൻ കഴിയും, സൗഹൃദം പുലർത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ വ്യത്യസ്തപരമായ അനുഭവങ്ങൾക്ക്, വ്യത്യസ്തപരമായിട്ടുള്ള യാത്രാനുഭവങ്ങൾക്ക് തുടങ്ങിയിട്ട് വ്യത്യസ്തപരമായിട്ടുള്ള ജീവിതത്തിൻ്റെ ശൈലികൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, യാത്ര ഉപകാരമായി തീരണം. അതുകൊണ്ട് തന്നെ മക്കളെ മനോഹരമായി യാത്ര ചെയ്യൂ. ഒരിക്കലും കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ നമ്മളെന്താവരുത്, ഒരു ഭാഗത്ത് ഇങ്ങനെ കൂടി നിൽക്കാൻ പാടില്ല. നേരെ മറിച്ച് ഒഴുകിപ്പോകുന്ന നദിയെപ്പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ യാത്രകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അനുഭവങ്ങളുടെ സമ്പത്തുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചു വരണം അല്ലേ. ഓരോ യാത്രയിൽ നിന്നും അനുഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് തന്നെ 8ാം ക്ലാസ്സുകാരെ മനോഹരമായിട്ട് യാത്രകൾ ചെയ്യണം, മനോഹരമായ യാത്രകളായിരിക്കണം, ഒരിക്കലും അലമ്പ് യാത്ര ആവരുത്. അതുകൊണ്ട് തന്നെ യാത്രയെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു യൂണിറ്റ് ഫോക്കസ് ചെയ്യുന്നത്, നമുക്ക് പറഞ്ഞു തരുന്നത്. കശ്മീരിൽ നമ്മൾ പോകണം, ഡൽഹിയിൽ നമ്മൾ പോകണം, മണാലി നമ്മൾ പോകണം, എല്ലായിടത്തും നമ്മൾ പോകണം. ഏറ്റവും അവസാനം നമ്മളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു മനോഹരമായ സ്ഥലമുണ്ട്, ഏതാണെന്നറിയോ, അത് മക്കയാണ്, മദീനയാണ്. അവിടെ നമുക്ക് എത്തിച്ചേരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ അല്ലേ. എല്ലാവരും ആമീൻ പറയും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മനോഹരമായിട്ടുള്ള യാത്രകൾ ചെയ്യുക, യാത്രാനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ 8ാം ക്ലാസ്സുകാരും അടിപൊളിയായിട്ട് ക്ലാസ്സുകൾ പഠിക്കുക, കേൾക്കുക, മനസ്സിലാക്കുക, കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റുകൾ അറിയിക്കുക. എല്ലാവർക്കും ശുക്രൻ ലക്കും യാ തുല്ലാബ്, ജസാക്കുമുല്ലാഹ് ഖൈറൻ, മഅസ്സലാമ, സീ യു സൂൺ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.